പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ BEd 1990 പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഒരു ഗെറ്റ് ടുഗദറാണ്. കഴിഞ്ഞ വർഷവും നടത്തിയിരുന്നു, ഈ വർഷവും നടത്തുന്നുണ്ട്. ഇവിടെ പഠിച്ചതിന് ശേഷം റെയിൽവേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്നും റിട്ടയറായി. ആ ഓർമ്മ പുതുക്കൽ, പഴയ കൂട്ടുകാരെ കാണുക എന്നുള്ളതെല്ലാം ഒരു എന്താ പറയാൻ, ഒരു മനസ്സിന് ആനന്ദമേകുന്നതാണ്. ഇനി നമുക്ക് അകത്ത് പോയി എല്ലാ കൂട്ടുകാരെയും കാണാം. ഇതാണ് കോളേജ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പണിത കെട്ടിടമാണ്. ഇതിനകത്തുള്ള ബെഞ്ചുകളും ഡെസ്കുകളും എല്ലാം അവർ തേക്കും ഈട്ടിയും കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോഴും ഒരു ഡാമേജ് ഇല്ല. ആ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇത് എൻ്റെ കൂടെ പഠിച്ച ജയകുമാറാണ്. പുള്ളി മാത്സിലായിരുന്നു, ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കകത്ത് പോകും. ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഇത് താഴെ കാണുന്നത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ട്രെയിനിങ് കോളേജും. ഈ ബിൽഡിംഗ് എല്ലാം ട്രെയിനിങ് കോളേജിൻ്റെ ബിൽഡിംഗാണ്. ഇതെല്ലാം താഴെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ലൈബ്രറി ഉണ്ട്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ SSLC ക്ലാസ് വരുന്നത് ആ എൻഡിൽ റൈറ്റ് സൈഡ്. ബിൽഡിംഗ് ഇല്ല ആക്ച്വലി. അവിടെ തട്ടൊക്കെ മറിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ആ സമയത്ത് ഞങ്ങളുടെ ഡിവിഷനിലുണ്ടായിരുന്നുള്ളൂ. ഒരു 15-16 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ SSLC പാസ്സാകുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സോടെയാണ് പാസ്സായത്. അതും മറക്കാൻ പറ്റില്ല. ഈ പടികളിൽ കൂടി ഞങ്ങൾ മുകളിൽ പോയി ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ എത്തി എന്ന് പറയാം. നമുക്ക് ഈ നമ്മളെ ജീവിതത്തിൽ ഉയർത്തിയ ഈ പടികളിൽ കൂടി ചവിട്ടിപ്പോകാം. ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് മുറി. പണ്ടത്തെ ക്ലാസ് മുറി എല്ലാം ടീക്കൂട്ട് കൊണ്ട് മഹാരാജാക്കന്മാർ ഉണ്ടാക്കി തന്നതാണ്. തിരുവിതാംകൂർ മഹാരാജാക്കൾ. ഇത് പണ്ടത്തെ ബോർഡാണ്, സ്ലൈഡിംഗ് ബോർഡ്. ഇത് ഇപ്പോൾ TV ആയല്ലോ, ഹൈടെക്. വരദരാജൻ സാറാണ് പ്രിൻസിപ്പൽ. സുജിത് സാർ, ജേക്കബ് തോമസ്, ജേക്കബ് മാത്യു സാർ. സാറാണ് ദിവാകരൻ സാർ. പഴയ ഫുഡ് മിനിസ്റ്റർ ആയിരുന്നു കേരളത്തിൽ. ഈ BEd കോളേജിലാണ് പഠിച്ചത്. പഴയ അലുമിനി പ്രസിഡന്റ്. ഓക്കെ പഴയ അലുമിനി പ്രസിഡന്റ് സാർ ഗോപിനാഥൻ നായർ സാർ. സാർ നിങ്ങൾ സാർ, ഞാൻ വരദരാജൻ ഇവിടെ പഠിച്ചതാണ് സാർ. 89 സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ സാർ. സാൻസ്ക്രിറ്റ് വിജയകൃഷ്ണൻ സാർ. സാർ സുരേന്ദ്രൻ. തലശ്ശേരി റിട്ടയർ ചെയ്തു. ഇവിടെയാണ് പഠിച്ചതും ഇവിടെ നിന്നാണ് പഠിപ്പിച്ചിറങ്ങിയത്. ഗോപിനാഥൻ സാർ ഇവിടെ പഠിച്ചത്. തൃശ്ശൂർ. സന്തോഷം സാർ, എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ചായ കൊടുക്കും. അലുമിനി ഗെറ്റ് ടുഗദറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവരാണ്. നമ്മൾ 25 കൊല്ലം കഴിഞ്ഞാലും
മോർണിംഗ്. ഇവിടെ ചായ വട കടയാണ്. എല്ലാ അലുമിനിക്ക് വന്ന ആൾക്കാരാണ്. നോക്കിക്കൊള്ളുക. എല്ലാം ഇവിടെ നിന്ന് BEd പഠിച്ച് അലുമിനിക്ക് വന്നവരാണ്, അറ്റൻഡ് ചെയ്യാൻ വന്നവരാണ്. പ്രേയറാണ്. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നോടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞു നിൽക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. നടത്താനായി ഇരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഏകദേശം 15 വർഷത്തോളമായി, എന്നാലും ഔദ്യോഗികമായി 2005 നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28 കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിലാണ് മെയ് മാസത്തിലെ 2ാം ശനിയാഴ്ച അലുമിനി ഡേ ആയിട്ടും ജനറൽ മീറ്റിംഗ് കൂടണം എന്നൊക്കെ തീരുമാനിച്ചത്. അന്ന് തൊട്ട് ഈ നിറഞ്ഞ സദസ്സിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനായി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അഷ്ടാന്ത പരിശ്രമം നടത്തിയത് നമ്മുടെ കോളേജിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ ഡി സുധീറാണ്. കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും അലുമിനി പ്രസിഡൻ്റായി ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുന്ന പ്രിൻസിപ്പലിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്നിവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് മുൻ MLA-യും മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ശ്രീ ദിവാകരൻ സാറാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു തുടക്കമായിരിക്കാം അത്. കോളേജിലെ ഏത് ഫംഗ്ഷന് വിളിച്ചാലും സൗകര്യം കിട്ടുമ്പോഴെല്ലാം തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാറ് ശ്രമിക്കാറുണ്ട്, ഇന്നും പാലിച്ചിട്ടുണ്ട്. ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സാറിന് ഈ പരിപാടി GCPയുടെ മുൻ പ്രിൻസിപ്പളും പൂർവ്വ വിദ്യാർത്ഥിയുമൊക്കെയായ അലുമിനി സെക്രട്ടറി കൂടിയായ പ്രൊഫസർ ജേക്കബ് മാത്യു സാർ. സാറ് നമുക്കൊരു അതിഥിയൊന്നുമല്ല, കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായി അഭ്യകാംക്ഷയായി നിറ സാന്നിധ്യമാണ് സാർ ഈ കോളേജിൽ. ഔപചാരികതയുടെ പേരിൽ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ
അലുമിനി അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏറ്റവും ആക്റ്റീവായ മെമ്പർ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് സുജീവ് സാറിൻ്റെ. ഞങ്ങൾക്കെല്ലാം ഫെമിലിയറായ വ്യക്തിയാണ്. ഇംഗ്ലീഷ് വൊക്കാബുലറി ഇന്നത്തേക്ക് 1842 വേർഡ്സായി എന്നാണ് നിത്യേന സാർ ഓരോ വാക്കുകൾ നമുക്ക് പരിചയപ്പെടുത്തുകയും അതിൻ്റെ പല യൂസും നമ്മളിലേക്ക് എംപ്ലോയീസ് ചെയ്യുകയും ഒക്കെ നടത്തുന്ന ശ്രമം ഏറെ അഭിനന്ദനീയമാണ്. 2019 സ്റ്റേറ്റ് ടീച്ചർ അവാർഡും 2023 നാഷണൽ ടീച്ചർ അവാർഡും നേടിയ അദ്ദേഹത്തിന് ജോയിന്റ് സെക്രട്ടറി സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥി സാറിപ്പോൾ ബെറ്റർ വിഷൻ ടുമോറോ എന്നൊരു NGOയുടെ സ്റ്റേറ്റ് SCRTയിൽ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇന്ന് ഇപ്പോൾ ഒരു NGOയുടെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്കൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുമ്പോൾ ആതിഥേയൻ എന്നൊക്കെ പറയുന്നത് അത്തരം ഔപചാരികതയുടെ പേരിലാണ്. ഇത് എൻ്റെ കോളേജാണ്, എൻ്റെ പ്രോഗ്രാമാണ് എന്ന മനസ്സോട് കൂടിയാണ് ഇവിടെ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. രാവിലെ നേരത്തെ എത്തിയപ്പോൾ തന്നെ നമ്മളത് കണ്ടതാണ്. പലരും വളരെ എക്സൈറ്റഡ് ആയിട്ട് എത്രയോ ദൂരം നിന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ എത്തിയതാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ച മറ്റ് കലാലയങ്ങൾ പോലെയല്ല ഒരു BEd കോളേജ്. വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ അടിമുടി മാറ്റുന്ന ഒരു കലാലയമാണിത്. കവിയായും എഴുത്തുകാരനായും പാട്ടോ ഡാൻസോ പ്രസംഗമോ ചിത്രകലയോ നമ്മൾ ചെയ്യാത്ത പണികളൊന്നുമില്ല. പുറത്തുനിന്ന് നാളെ ഇറക്കാൻ പറ്റില്ലല്ലോ, എല്ലാം നമ്മൾ തന്നെ. സ്പോർട്സിൽ എന്താണ് ഗെയിംസ് അത്ലറ്റിക്സ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആനുവൽ അത്ലറ്റിക് മീറ്റിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരായി കഴിയും നമ്മൾ പലരും. അങ്ങനെ ഒരു അത്ഭുതകാലം. ഒറ്റയ്ക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി വരെ ചെയ്യാനുള്ള ചങ്കൂറ്റം നേടിയെടുക്കുന്ന ഒരവസരം. ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശീലനത്തിനായി എത്തി പല വാക്ക് മാതൃകകളും ഒളിച്ചടുക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഗുരുശ്രേഷ്ഠന്മാർ, മുൻ പ്രിൻസിപ്പൽമാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ എല്ലാവരെയും ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ കൃതജ്ഞത പറയുന്നത് തമിഴ് വിഭാഗം മേധാവി. Normal School. In 1911, it was established as the His Highness Maharaja's Training College. Over the years, the institution celebrated several memorable achievements, including its Silver Jubilee in 1937 and Platinum Jubilee in 1986. In 2006, the institution launched its research journal titled GCTE Journal of Research and Extension in Education, which is published twice in a year with 38 issues published till date. Another significant chapter in the history of our college was the beginning of the centenary year celebration during 2010 and 2011, celebrating a century of excellence, dedication and service in teacher education. In June 2012, the institution was honored by the visit of the former President of India, Dr. APJ Abdul Kalam, who inaugurated the valedictory function of the centenary celebration. During the same period, the abstract of the centenary journal was also released. The institution continued its journey of academic progress with the enhancement of MEd seats to 35 during 2012 to 2013, later increasing to 55 seats in 2024. And the proud milestone was achieved in 2016 when the college received an A grade during the second NAC visit, reflecting its continued excellence in the higher education. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ആദരണീയ ഒത്തുചേരലിലെ മുഖ്യ അതിഥി ആകർഷകവുമായി മുൻ MLA-യും 1967 ഈ കലാലയത്തിലെ വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ ദിവാകരൻ സാറിന്, അതോടൊപ്പം എൻ്റെ ഗുരുതുല്യനായ ഇപ്പോൾ അലുമിനിയുടെ നെടുംതൂണായി നിൽക്കുന്ന പ്രൊഫസർ കെ ജേക്കബ് മാത്യു സാർ, പ്രിയങ്കരനായ ജോയിന്റ് സെക്രട്ടറി ശ്രീ സുജീവ് സാർ, അലുമിനി അധ്യാപക കൺവീനർ ഡോക്ടർ ഉഷാറാണി,
ഡോക്ടർ എസ് കുമാർ, പ്രിയമുള്ള ഗുരുക്കന്മാരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങിയ BEd വിദ്യാർത്ഥികളെ, ഇന്ന് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് ആദ്യമേ സ്വാഗതം നൽകുന്നു. മുന്നോട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് 2005 ഈ അലുമിനി അസോസിയേഷൻ ഈ കലാലയത്തിലേക്ക് മാത്യു സാർ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ 71 അംഗങ്ങളാണ് പങ്കെടുത്തത്. അതിൽ ഏകദേശം 30ഓളം പേര് നമ്മളെ വിട്ടുപോയി. അതിനുശേഷം ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ സുദീർഘമായ ഒരു പുസ്തകമാണ്. എന്താണ് ഒരു സ്വാഗത ഇനി പറയാൻ ഭാഗ്യമാണ്. കുറച്ച് ബാക്കി വെച്ചിട്ടെങ്കിൽ തീരുന്നതിന് മുമ്പ് സംസാരിക്കും. ഇനിയില്ല, സ്റ്റാർട്ടില്ല. ഇത് വൈകാരികമായ ഒരു സംരംഭമായതുകൊണ്ടാണ് ഞാൻ ഇതൊരു സാങ്കേതികമായ ഒരു പരിപാടിയല്ല എന്ന് ഇത് എൻ്റെയും കൂടെ പരിപാടി. വികാരപരമായ ഒരു ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഹാളിൽ നിറയുന്നത്. എല്ലാവരും കുറച്ച് പുറകോട്ടും മുമ്പോട്ടുമൊക്കെ ചിന്തിക്കുന്നൊരു സമയത്ത് അവരെ പരിപാടികളെ കുറിച്ച്, അധ്യാപകരെ കുറിച്ച്, അനുഭവങ്ങളെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് തന്നെ ഒരു ചെറിയ ആലോചന നടക്കുന്ന മനോഹരമായ ജീവിതത്തിലെ നിമിഷങ്ങളിൽ ഒന്നാണ് നമ്മളിവിടെ. ഞാനിവിടെ എത്തിയത് എൻ്റെ ജീവിതത്തിലെ സുരക്ഷിതമായ ഒരു തൊഴിൽ കിട്ടുക എന്നുള്ളതായിട്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഈ ടീച്ചിങ് സ്റ്റാഫിന് ഒരു സംവരണമാണ്. ടീച്ചിങ് സ്റ്റാഫിന് ആ സംവരണ കോട്ടയിലാണ് ഞാനിവിടെ. ഞാനന്ന് തിരുമല ഹൈസ്കൂളിൽ സ്റ്റാഫ്. അതിൻ്റെ കോട്ടയിലിവിടെ വന്ന് ഞാൻ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു, MG കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു. അനിതര സാധാരണമായ അനുഭവങ്ങളാണ് ഒരു ഷോർട്ട് പീരീഡിൽ ഒരു വർഷത്തിലായി എനിക്കിവിടെ. ഒന്നാമത്തെ കാര്യം, എല്ലാ വിദ്യാർത്ഥികളും വളരെ മെച്ചോർഡാണ്, ഒരു പരുവമായി വന്നിരിക്കുന്നതാണ്. ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പ്രതിയോഗിക്ക് പോയി കൊച്ചമ്മമാര്, അമ്മമാര്, ഒരു ജ്യേഷ്ഠന്മാര്, അവരെല്ലാം കൂടി കൂടുന്ന ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു. അവരിൽ നിന്നുള്ള പരിചയങ്ങളും അവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളും എല്ലാം ഒരു പുതിയ ലോകം എൻ്റെ മുമ്പിൽ തുറന്നു വരിക. ഞാൻ പഠിച്ചതെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒരു കോച്ചിങ്ങാണ് എനിക്കിവിടെ. ഹാർഡ് വർക്കീസ് എന്ന് പറയുന്ന സാറ് ഈ ഹാളിൽ വരുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. സാറിൻ്റെ ഷൂസിൻ്റെ ശബ്ദം അവിടെ കേട്ടാൽ അത് റെഡിയാകല്ല. ഞാൻ എല്ലാ കോളേജുകളിലും കേട്ടിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ പ്രഭാഷണ ക്ലാസ്സാണ് പിന്നെ കുറേ പുലിയിനത്തുമുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വാര്യർ സാറിന് കേരളത്തിലാണ്. വാര്യരുടെ സാക്ഷാൽ വാര്യര് വളരെ നിശബ്ദനും വളരെ ഭാവവും നല്ല അറിവും വിജ്ഞാനവും നല്ല പെരുമാറ്റവും ഒക്കെ ഉള്ള അവരെയൊക്കെ കാണുമ്പോൾ അവരെ മുമ്പിലിരിക്കുമ്പോൾ നമ്മളല്ലാതാവുക. അവരിലേക്ക് എത്തിപ്പെടാൻ എന്ന വഴി എന്നാണ്.
മാൾമറിക്ക് സാറിനെ പോലെ നായാലെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. ബാലി സാറിനെ പോലെ ശാന്തമായി ആരുമാരും അറിയാതെ നടന്നു പോകുന്ന അങ്ങനെയുള്ള മനുഷ്യരായ അങ്ങനെ ആവട്ടെ. അങ്ങനെ പല മോഡലുകൾ നമ്മുടെ മുമ്പിൽ വന്ന് മറയുന്ന ഒരു കോളേജാണ്. നിങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ പല രൂപങ്ങളും വന്ന് മറന്നുകൊണ്ടിരിക്കും. അതിൽ ഏത് വേണം നിങ്ങൾക്ക് ഓക്കെ, ഏത് മോഡൽ വേണം നിങ്ങൾക്ക്. മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ പഠിച്ചാൽ ഇപ്പോൾ ഇവിടെ ജോലി കിട്ടുന്നില്ല, ഗവൺമെന്റ് ജോലി കൊടുക്കുന്നു. BEd കഴിഞ്ഞോ ഈ ഭൂമിയിൽ എവിടെയും 10 പിള്ളേരെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പൂർണ്ണമായ കാര്യം നിങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ അധ്യാപകരെ അന്വേഷിച്ച പിള്ളേർ നിങ്ങൾ വളർത്തുന്നു. വിജ്ഞാനം പകരുക എന്ന് പറയുന്നത് ഒരു സാധാരണ തൊഴിൽ, വളരെ ദിവ്യമായ ഒരു യജ്ഞമാണ്. നമ്മുടെ തലത്തോട് കെട്ടി നിൽക്കുന്നത് അറിയുന്നതുമെല്ലാം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വല്ലാത്ത പ്രോസസ്സാണ്. ഒരു ഗവേഷകനും ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാൻ കഴിയാത്ത അസാമാന്യമായ ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ദിവ്യമായ ജോബ് പ്രൊഫഷൻ ടീച്ചിങ് നടത്തി ഞാൻ എവിടെ പോയാലും ഞാൻ ഇവിടെ പഠിച്ചു പോയി പഠിച്ചു പോയി മന്ത്രിമാരായ ആളുടെ വളരെ കുറവാണ്. ഞാനിവിടെ നേരെ പോയി സെക്രട്ടേറിയറ്റിൽ മന്ത്രിയായി കൈകൾ നോക്കി വർഷങ്ങൾ പഠിച്ചു. അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന അധ്യാപകരും കുട്ടികളും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യമായി 48 ലക്ഷം കുട്ടികൾക്ക് ദിവസവും പാലും മുട്ടയും കൊടുക്കാനുള്ള ഉത്തരവിട്ട ആദ്യത്തെ മന്ത്രിയാണ്. അത് ഈ സമൂഹം എനിക്ക് തന്നത് പാലും മുട്ടയും മന്ത്രിയാണ്. ഒരുപാട് വാർത്തകൾ ഞാൻ ആളുകളോട് പാലും മുട്ടയും കഴിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോഴും കിട്ടുന്നുണ്ട്. അന്ന് എന്നെ അതിനെ സഹായിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നെ ബേബി എന്നോട് പറഞ്ഞത്, CD ഗംഭീരമായ ആശയം, ഇനി ഏവനിവിടെ ഭരിക്കാൻ വന്നാൽ ഇത് നിർത്താൻ പറ്റില്ല, പിള്ളേർ വിടുവില്ല, അവിടെ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഉച്ചഭക്ഷണം ഇല്ലാതിരുന്ന ദിവസങ്ങളാണ്. ഉച്ചപ്പട്ടിണി എന്ന് പറഞ്ഞു. അതിലൂടെ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളുകളിൽ ഈ ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള സ്പെഷ്യൽ കോട്ട റേഷൻ അനുവദിച്ചു. സ്പെഷ്യൽ കോട്ട ആർക്കെല്ലാം വേണം, എല്ലാ സ്കൂളിലും. ഇത് ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു. അതിപ്പോഴും ഉണ്ട്, ഇപ്പോൾ കൂടുതലുണ്ട്. കുട്ടികൾ വരുന്നത് നിങ്ങളുടെ വിജ്ഞാനം കേൾക്കാൻ വേണ്ടി മാത്രമാണ്, ഒഴിഞ്ഞ വയറുകൊണ്ട്. പണ്ട് നിങ്ങൾ കേട്ടിരിക്കും ഈ കുട്ടികൾ ഗ്രാമങ്ങളിലെല്ലാം കൂടിപ്പോകുന്നത് ലേറ്റിൻ്റെ മുകളിൽ ഒരു അലുമിനിയം പാത്രം കമഴ്ത്തി ഉച്ചക്കഞ്ഞി എന്ന് പറയും. ഉച്ചക്കഞ്ഞി കുടിക്കാൻ പറ്റും, പഠിക്കാനല്ല, ഉച്ചക്കഞ്ഞി കുടിക്കും. എൻ്റെ ഹീനമായ ഒരു കാലമാണ്. അതെല്ലാം കടന്ന് കേരളം പോവുകയാണ്, മുമ്പോട്ട് പോവുകയാണ്. ഭരണമാറ്റങ്ങൾ വരികയും ഭരണാധികാരികൾ വരികയും ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വിപ്ലവകരങ്ങളായ ഒരുപാട് മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് ഈ ട്രെയിനിങ് സംബന്ധിച്ച വിദ്യാർത്ഥികൾ നാളത്തെ ഗുരുനാഥൻ. അത് ഒരിക്കലും നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ വെറും വിദ്യാർത്ഥികളല്ല, ട്രെയിനിങ്ങുകളുടെ വിദ്യാർത്ഥി, അതിനപ്പുറത്തുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ വിളിച്ചാലും എന്താവശ്യം പറഞ്ഞാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉണ്ടായത്, ഞാൻ എൻ്റെ ട്യൂട്ടറായി പഠിച്ചവരാണ് ഈ രീതിയിലെ ഗോവി അടിവിലയ്ക്കുമായിട്ട് ഈ രീതിയാണ് ഇവിടെ അവിടെ ഗോവിയാണ്. മൃഗീയമായ പോലീസ് മർദ്ദനം വിദ്യാർത്ഥികളുടെ ഞാൻ കേട്ടു. ഈ പറയുന്നത് ഇവരെല്ലാം ഒരു നല്ല കരിയറുണ്ട്, നല്ല പൂർവ്വകാല അനുഭവങ്ങളുള്ളവരാണ്.
എനിക്ക് അനുഭവപ്പെട്ടത് നിങ്ങളുടെ ഈസിയാണ്. നിങ്ങളുടെ ഈ പഠിക്കേണ്ട എന്നെ കൊണ്ട് നടക്കുക. വീട്ടിൽ പോലും എന്നെ അധികം സ്റ്റെപ്പ് നടത്തുന്നത് അത് കുഴപ്പമില്ല. അധ്യാപകരെ കയറപ്പെട്ടേ എവിടെയെങ്കിലും ഉള്ളൊരു വീട് പോയാൽ നിങ്ങൾ നിങ്ങളാരും അറിയില്ല. എനിക്ക് ഒരു കാര്യം അതുകൊണ്ട് എന്റെ നിർദ്ദേശം ഒരുപാട് കാര്യങ്ങൾ ആദ്യം അവിടെ ഒരു ലിഫ്റ്റ് വെക്കാൻ ഗവൺമെന്റിന്റെ ക്ഷമിക്കണം. അതിന്റെ ചെലവിന്റെ ഒരു ഭാഗം ഞാനുള്ളത്. അലുമിനി എന്ന് പറഞ്ഞതിന് കൂടെ ചോറും കറിയുടെ ആളെ കൊടുത്തിട്ട് ഭയങ്കര 1000 രൂപയുടെ 500 രൂപയുടെ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ട് ഈ ട്രെയിനിലുള്ള നിങ്ങളുടേതാണെന്ന് എനിക്കറിയില്ല. ചിത്രത്തിൽപ്പെട്ടതാണ്. ആ കടയിൽ 2 പ്രതിമകൾ കിട്ടും. മഹാത്മാഗാന്ധിയുടെ എഴുതുന്നതായിരുന്നു. ജയിലിലാണ് ഗാന്ധിയുടെ പ്രതിമ അത് സ്കൂളിലായാലുള്ള നിങ്ങളുടെയായാലും നമ്മുടെ പുസ്തകം അത് 2 മെയിൻറ്റെയിൻ ചെയ്യാം. അത് ഏതെങ്കിലും നിങ്ങളുടെ ആസ്കാളുകൾ അവിടെ വീട്ടിൽ കാണിച്ചാൽ അങ്ങനെ ചെയ്ത് ചെറിയ കാറ്റുകൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു വിചാരിച്ചാലും ഇത് മനോഹരമായ ഒരു മുറ്റമായി മാറും. നിങ്ങൾക്ക് ഭാവുകങ്ങളും ഭാവിയും നേരിടും. തൊഴിലില്ല എന്ന് കരുതി നിങ്ങളാരും വിഷമിക്കരുത്. തൊഴിലില്ലാത്തവരുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ അതാണ് പ്രശ്നം. നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ അതാണ് ആ വിൽ പവറാണ് നിങ്ങൾ നേടേണ്ടത്. ഈ ഭൂമിയിൽ ജോലിക്കൊന്നും വേണ്ടി ഒരു താല്പര്യമില്ല. വേണമെന്നുണ്ട് ജോലി, എന്ത് ജോലി ചെയ്യും. ടീച്ചിങ്ങിന് വേണ്ടി ആളുകൾ ഒരു വിഷമമില്ല. 10 പിള്ളേരായിട്ടാണ് അയൽവക്കാരെന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് ഞാൻ പഠിപ്പിക്കുക. പെൺകുട്ടികളാകുമ്പോൾ ടീച്ചേഴ്സിന് വലിയ മാർക്കറ്റാണ് ലേഡി ടീച്ചർ. ആണുങ്ങളെ മാർക്കറ്റ് ലേഡി ടീച്ചേഴ്സ്. എല്ലാവരെയും ഒന്നുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ നേരുന്നു. എല്ലാം നിശ്ചിതപൂർവമായ ജീവിതം പ്രത്യേകിച്ചുകൊണ്ട് എല്ലാവർക്കും തരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർ വന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു 150 പേരെ മിനിമം കാണുന്നത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. ഈ വീണ്ടും എത്തും. 12 മുമ്പാണ് കുറച്ചുള്ളൂ. എന്തായാലും എനിക്കൊന്ന് അലുമിനിയുടെ ഒരു കുറവാണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു തടസ്സം വന്നിരിക്കുന്നത്. ശരിക്കും പറയാം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരെ പലരെയും ആ മുഖമൊക്കെ മാറി. ഒത്തിരി നമ്മൾ പ്രായമാകുമ്പോൾ ഫേസ് മാറുമല്ലോ. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയാൻ പ്രയാസമാണ് പഠിക്കുന്നത്. എന്തായാലും വന്നതിൽ സന്തോഷം. ഇനിയും ഈ ഒരു അലുമിനി പൂർവാധിക ശക്തിയോട് മുമ്പോട്ട് പോകും. നമ്മുടെ ഒരു ടാസ്ക്കാണ് ലിഫ്റ്റ് ഇവിടെ സ്ഥാപിക്കണം സാർ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ സഹായിക്കാം. എന്തായാലും അത് സാറ് സാധിച്ചതിന് സംശയമില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു സദസ്സില് നമ്മുടെ കോളേജിൽ പഠിച്ച ആദ്യകാലത്ത് പഠിച്ചായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന ദിവാന സാർ. അതുപോലെ തന്നെ ഗോപി സാർ, നമ്മളൊരു
നമ്മുടെ ഇവിടെ പഠിച്ചതായിട്ടുള്ള ഏറ്റവും പ്രായമുള്ള ഒരാളാണ് ഗോപി സാർ. രണ്ടുപേരും ഗോപി സാറാണ്. ഇത് ഗോപി സാറ്, പിന്നെ ഗോപി സാറാണ് സാർ. രണ്ടുപേരും ഈ കോളേജിൽ പഠിച്ചതായിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടി രണ്ടുപേര്. പിന്നെ താമരാചാരി ഇവിടെ പഠിച്ചതായിട്ടുള്ള ഒത്തിരിപേരുണ്ട്. ത്രേസ്യമ്മ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും എനിക്ക് പേരൊന്നും പറയാൻ അറിയില്ല, പരിചയമുണ്ട്. അതുപോലെ പഴയ ഈ കോളേജിലെ അധ്യാപകര് എല്ലാവരും സന്തോഷം. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഹോളെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഡൊമസ്റ്റിക് ആണ്. ഞാൻ ഒത്തിരി കാലം ഈ ഹോളിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിൽ ഉപരിയായിട്ട് എൻ്റെ അച്ഛനും അമ്മയും പഠിച്ചതായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ കോളേജിൽ. രണ്ടുപേരും ഇവിടെ ഇല്ല, പക്ഷേ അവർ കാണുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷനൊക്കെ അവർ കാണുന്നുണ്ട്. രണ്ടുപേരും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ അവരില്ല. അവരെ കൂടെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. വീണ്ടും എല്ലാ വർഷവും എനിക്ക് കാണാൻ സാധിക്കുന്നത് അതിലും വലിയ സന്തോഷം. അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ട്. ഗ്രൂപ്പിൽ കൂടെ പിന്നെ വലുതായിട്ട് ഗ്രൂപ്പുണ്ട്. അതുപോലെ മറ്റു പലരുടെയും ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കാണാം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ കൂടെ പഠിച്ചതായിട്ടുള്ള നിങ്ങളുടെ കൂടെ പഠിച്ച പല ആൾക്കാരും മൺമറഞ്ഞു പോയി, നിങ്ങൾ അറിയുന്നില്ല. സോ നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ ചടങ്ങിൽ പോയി സംബന്ധിക്കാൻ പറ്റുന്നവർക്ക് പോയി സംബന്ധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഇതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്തായിട്ടുള്ള സുജിത്ത്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പോൾ അടുത്ത വർഷം സുജിത്ത് പെൻഷൻ്റെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സുജിത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. എന്തായാലും കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്, വേണം. ഇത് മാത്രമേ അലുമിനി വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. നല്ലൊരു അലുമിനിയായിട്ട് കേരളത്തിലെ നല്ല അലുമിനിയായിട്ട് കേരളത്തിൻ്റെ കലാലയ പ്രതിഷ്ഠയാണ് നമ്മുടെ കോളേജ്. നിങ്ങൾക്കറിയാമല്ലോ, 2011 സ്ഥാപിച്ച കോളേജാണ്. അടുത്ത വർഷം 150 years ആകുകയാണ്, 115ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ എന്തൊരു ഫംഗ്ഷൻ കൂടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. 115ാമത്തെ വർഷമാണ് നമ്മൾ ഈ വർഷം, 115 വർഷമായി. ഇനിയിപ്പം ഉള്ളത് അടുത്തത് 125 ഇയർ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. 125 years, 10 വർഷം കൂടെ മുന്നോട്ട് പോകും. എന്തായാലും അനുവദിക്ക് എല്ലാവിധ ഭാവങ്ങളും തീർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. സാർ ഉദ്ഘാടനം ചെയ്ത ശ്രീ ദിവാകരൻ സാർ, യഥാർത്ഥത്തിൽ ഇതിന് അഭിസംബോധന ചെയ്യേണ്ടത് ഇപ്പം കൂടിയിരിക്കുന്നവരാണ്. ദിവാകരൻ സാർ ഇപ്പം ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ വരുമ്പോൾ ഇങ്ങനെ ആളിനെ കാണാനില്ലല്ലോ, പക്ഷെ കുറേ കണ്ടിട്ടുണ്ടോ? അത് ഒരു പരിധിവരെ അതിൻ്റെ വർക്ക് ചെയ്തതും നമ്മുടെ പ്രിൻസിപ്പളായ സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ദിവസത്തെ തീവ്ര പരിശ്രമം നിറഞ്ഞ സദസ്സുകൾ കിട്ടിയിരിക്കുന്നത്. ഇനി വരുന്നവരെ ഇരുത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ അതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത്, ഇവിടെ ഇരുത്തണമെന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽ. നമുക്ക് ഒരു ദിവാകരൻ സാർ പറഞ്ഞവരെ ഞാനും ഞാൻ വിചാരിച്ചാൽ സ്കൂൾ കോളേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടി എന്നാണ് ഇവിടെ ഒരു വാചകം വേണ്ടി ചോദിച്ചത്. നമുക്ക് കോളേജിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പൈസ ലാഭം തോന്നിയാൽ ആദ്യം വരാതിരിക്കാൻ തോന്നും. അതുകൊണ്ട് അങ്ങനെയല്ല, ആ ഉദ്ദേശത്തോടുകൂടിയല്ല. നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം വലിയ ദീർഘമായ പ്രസംഗത്തിനൊന്നും കാര്യമില്ല. വളരെ വിശദമായ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ ഇവിടെ ഇരുന്ന് ആലോചന കുറേ പറഞ്ഞു, പ്രിൻസിപ്പൾ അതിനെയൊക്കെ പറഞ്ഞു, ദിവാകരൻ സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് വേണ്ട ഒരു പ്രസംഗമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചതുമല്ല, അതുകൊണ്ട് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ 3-4 പേര് എഴുതിക്കൊണ്ട് വന്നേ. എന്തായാലും അതൊന്നും ഞാൻ മുതിരുന്നില്ല. എന്തായാലും നമുക്ക് എല്ലാവരും കൂട്ടായി നമ്മുടെ കോളേജിന് വേണ്ടി, നമ്മുടെ കോളേജിൽ നിന്ന് എപ്പോഴും ആയിട്ട് വരാറുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഞാൻ ഇതുവരെ ഈ കോളേജ് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കോളേജിൻ്റെ ജേർണൽ വർക്ക് ചെയ്യുന്നത് ഞാനാണ്, അപ്പോൾ അത്രയും ബന്ധം എപ്പോഴും ആ കോളേജായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ പിന്നെ ഈ ഒന്ന് സ്പീക്കറിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞാനാണ് പ്രിൻസിപ്പളായിട്ട് വരാമെന്ന് അറിഞ്ഞൂടാ, വരുന്നവർക്ക് കഴിഞ്ഞ് നമ്മൾ അറിയുമെന്നും അറിഞ്ഞൂടാ. പഴയ തലമുറകളെല്ലാം ഒന്നിച്ച് പോകുന്നൊരവസ്ഥയാണ്. എന്തായാലും നമുക്ക് കൂടുതലായിട്ട് മുന്നേറാം. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വന്നതിന്, പ്രത്യേകിച്ച് എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗോപിനാഥൻ നായർ സാർ പഴയ പൂർവ്വ വിദ്യാർത്ഥിയാണ്.
ഓടിയും കുട്ടിയാണ് മാധവിക്കുട്ടിയെന്ന യൂണിയന്റെ വിദ്യാർത്ഥിനിയായിരുന്ന സൈക്കോളജിയിലെ ഡോക്ടറേറ്റുള്ള മാധവിക്കുട്ടിയമ്മയായിരുന്നു അവരുടെ ജനറൽ സൈക്കോളജി എത്തിയിട്ടുണ്ട്. അവരുടെ ക്ലാസ് റൂമാണ് ഈ ക്ലാസ് റൂമിൽ ആ അറ്റത്തുള്ള ഡെസ്കിൽ അവരുടെ ലെക്ചർ കേൾക്കുന്ന ഓർമ്മയാണ് എനിക്ക് ആദ്യം തോന്നിയത്. അന്ന് സ്കൂൾ അധ്യാപകനായി നിയമനം കിട്ടിയതിന് ശേഷം 3-4 വർഷത്തിന് ശേഷം സർക്കാർ ഈ ബി.എഡിനോട് അന്ന് ബി.എഡല്ല ബി.ജിയാണ് ബി.ജിക്ക് സെലക്ട് ചെയ്തത് അയക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 57 ഈ കോളേജിൽ കളിക്കാവാണ് എന്നോടൊപ്പം പഠിച്ചിരുന്ന മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥിനികളുണ്ടെന്ന് തോന്നുന്നില്ല. വയസ്സ് കുറേ എന്നാലും ജേക്കന്മാർക്ക് വിളിച്ചതുകൊണ്ട് ഇവിടെ വേണമെന്ന് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് ആദ്യമായിട്ട് ആ 57-ലാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു അസസ്മെന്റ് ടീം, പ്രാക്ടിക്കൽ അസസ്മെന്റിന് ടീം ഉണ്ടായിരുന്നു. അതുവരെ കോളേജ് അധ്യാപകർ തന്നെയാണ് കുട്ടികളെ അസസ് ചെയ്തിരുന്നത് പ്രാക്ടിക്കലിൽ. പക്ഷെ അന്നാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ടീം ഉണ്ടാക്കിയത്. എല്ലാ കോളേജുകളിലും പ്രാക്ടിക്കൽ അസസ്മെന്റിന് വേണ്ടി പ്രത്യേകം പോകുന്നത്. അതുപോലെ അന്ന് സാറായിരുന്നു അതിൻ്റെ ചെയർമാൻ. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഫിസിക്കൽ സയൻസ് സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ ആ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സയൻസ് അധ്യയനത്തിന് വേണ്ടിയിട്ട് പല ഉപകരണങ്ങൾ ഉണ്ടാക്കി അത് ഈ പ്രാക്ടിക്കൽ ബോർഡിൽ പ്രദർശിപ്പിക്കണമായിരുന്നു. അങ്ങനെ പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു ചിത്രം തരത്തിൽ ചിത്രം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരർത്ഥം അറിയിക്കും ഉപയോഗിച്ചതാണ്. ആ ഫ്ലക്സിൻ്റെ ഒരർത്ഥം ശകലം പൊട്ടിപ്പോയി. അതുകൊണ്ട് വെള്ളത്തിൻ്റെ നിരപ്പ് കാണിച്ചിരിക്കുന്നത് ആ ഫ്ലക്കിൻ്റെ മുകളിലാണ്, ആ അർത്ഥത്തിന് മുകളിലാണ്. അപ്പോൾ സയൻസ് സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന സ്ഥാപനം എന്നോട് പറഞ്ഞു, "We know how many marks I shall give you for this." No, sir. I shall give you a big favor. പക്ഷേ അങ്ങനെ ചെയ്തില്ല. ആ വർഷത്തെ യൂണിവേഴ്സിറ്റി മെഡൽ, അതായത് സജീവക്കുന്ന സത്യന്തം മെമ്മോറിയൽ മെഡൽ, അത് ട്രെയിനിങ് മോഡലിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാക്ടിക്കലിൻ്റെ ബേസിസിൽ അനുവദിച്ചിട്ടുള്ള ആ ഗോൾഡ് മെഡലിലേക്ക് ഇവിടെ ഒരു ബോർഡുണ്ടായിരുന്നു. ഈ കോളേജിൻ്റെ താഴെ അല്ലെങ്കിൽ പേരൻസ് വയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ കാണാനില്ല. ഞാനിൻ്റെ പ്രധാനമായ സഹായിക്കുന്ന പ്രിൻസിപ്പൽ അധ്യാപക വൈസ് പ്രിൻസിപ്പൽ എല്ലാവരുടെയും മൈക്രോസോഫ്റ്റ് സയൻസ് അദ്ദേഹം എംഎല്ലിൽ പോയി. അദ്ദേഹം എംഎല്ലിൽ പോയപ്പോൾ അതിന് പകരം അവർക്കുള്ള ാണ് എനിക്ക് ഇവിടുത്തെ അനുഭവം. ആദ്യത്തെ അലുമിനി സെക്രട്ടറി ഗോപിനാഥ് സാറാണ് പ്രസംഗിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ. ഏറെ വർഷങ്ങളിൽ
അലൂമിനി അസോസിയേഷന്റെ കമ്മിറ്റികളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒട്ടേറെ ആളുകളെ ഇന്നിവിടെ കാണാൻ അവസരം ലഭിക്കും. ഞങ്ങൾ അലൂമിനി അസോസിയേഷന്റെ പ്രവർത്തകരായിരുന്ന സമയത്ത് ഈ കലാലയത്തിൽ 200 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നു. മറ്റെല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിലും 100 വിദ്യാർത്ഥികൾ ഇരുന്നു. സ്വാശ്രയ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ മേഖലയെ അടിയറവയ്ക്കാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് ഈ കോളേജിൽ ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകൾക്കും അതുപോലെ തന്നെ മറ്റ് BEd കോളേജുകൾക്കും അഡ്മിഷൻ 50 എന്ന് ചുരുക്കിയത്. തീർച്ചയായും ഈ മേഖലയിൽ വലിയൊരു നഷ്ടമാണ് അത് ഉണ്ടാക്കിയത്. ഈ കോളേജിൽ നിന്ന് പഠിച്ചു പോയ ഒട്ടേറെ അധ്യാപക വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ജനങ്ങളെയാകെ വിദ്യാർത്ഥികളെയാകെ വളരെ പ്രമുഖന്മാരാക്കിയെടുക്കുന്നതിന് വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു വിദ്യാർത്ഥിയുടെ കാര്യം ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചിത്ര ഈ കലാലയത്തിൽ പഠിച്ചത് ഞാൻ ഈ കലാലയത്തിലെ രക്ഷകർത്തൃ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലാണ്. അന്നുള്ള ഒരു പരിചയം. അത് കഴിഞ്ഞ് അലൂമിനി അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അതിന് IAS 8ാം റാങ്ക് ലഭിച്ചപ്പോൾ ഈ അസോസിയേഷൻ ഒരു സ്വീകരണം നൽകുകയുണ്ടായി. അന്ന് ആ കുട്ടി പറഞ്ഞത്, ഞാൻ BEd പഠിക്കാൻ വരുന്നത് വരെ അലസയായിരുന്നു. ഈ കലാലയത്തിലെ അധ്യാപകരുടെ നിർലോഭമായ സേവനവും ദാക്ഷിണ്യമില്ലാതെയുള്ള സമ്മർദ്ദവുമാണ് എന്റെ ഈ IAS കോച്ചിങ്ങിൽ ഇത്രയും ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കുവാൻ അവസരമുണ്ടായി. മിത്ര എന്റെ ജില്ലയിൽ കളക്ടറായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതു ആവശ്യം കളക്ടർക്ക് നിവേദനമായി നൽകാൻ ചെന്ന സമയത്ത് അവരെ കാണണമെങ്കിൽ ദീർഘനേരം നിൽക്കണം. ഞാൻ വാർക്കലോട്ട് നിന്നു. അവരെന്നെ അകത്തേക്ക് വിളിച്ചു. ആ ആവശ്യം എന്നിട്ട് അവർ ചോദിച്ചത് ഈ കോളേജിലെ അധ്യാപകരെ ആരുടെയൊക്കെ പേരെന്ന് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല, പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ അന്നത്തെ പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ മറ്റ് അധ്യാപകരെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു എന്റെ നിവേദനത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ചോദിച്ചത്. അവർക്ക് അത്രയും വലിയ കടപ്പാട് ഈ കലാലയത്തോട്. അതുപോലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ പ്രസിഡന്റ് സാറാണ്. മറ്റൊരു സെക്രട്ടറിയാണ് സുജിത് സാർ. യഥാർത്ഥത്തിൽ കൊട്ടാരക്കരയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് നിത്യവും എത്തിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എനിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എങ്കിലും ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ വളരെയധികം ഗംഭീരമായ നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് അന്ന് സെക്രട്ടറി ആയിരുന്ന സുജിത് സാറിന്റെ സേവനം എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒന്നായി. ഞങ്ങൾ സാർ ഉൾപ്പെടെ സുരേഷ് സാർ ഉൾപ്പെടെ
ഈ കലാലയത്തിലെ അധ്യാപകർ, അന്നുണ്ടായിരുന്ന അധ്യാപകരും ഇപ്പോഴുള്ളവരുമായ ഒരു ഉൾപ്പെടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഈ ഇപ്പോൾ 115-ാം വാർഷികത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 100-ാം വാർഷികം ആഘോഷിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ, പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യപ്രഭാഷകൻ. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തെ കാത്തിരുന്ന് ഒടുവിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അതിഗംഭീരമായ തുടക്കമായിരുന്നു. അതിന്റെ ഒടുക്കം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് APJ അബ്ദുൽ കലാം. അതിൽ കൂടുതലൊരു ഭാഗ്യം ഈ മറ്റൊരു വിദ്യാലയത്തിനും കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം അന്ന് സുജിത് സാറിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച സുവനീറിൽ മരണികയിൽ അതിന്റെ രത്നച്ചുരുക്കം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം വായിച്ചു നോക്കണം. അത് കണ്ടെത്തി അത് ഇവിടെ കാണും, വായിച്ചു നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇതിന്റെ ആദ്യത്തെ അലൂമിനി അസോസിയേഷന്റെ സ്ഥാപക സമയത്തെ പ്രസിഡന്റാണ് സാറ്. ഞങ്ങൾ രണ്ടും സെക്രട്ടറിമാരായിരുന്നു. അവിടുന്ന് അധ്യാപകരെല്ലാം അങ്ങേയറ്റം സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. 5-6 വർഷം സെക്രട്ടറി ആയിട്ട് തുടരാൻ കഴിഞ്ഞു. ആദ്യ സന്ദർഭത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് B.Ed പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹോസ്റ്റലിൽ നിന്ന് വരാൻ കഴിയാതെ പോയത് ഇവിടുത്തെ അധ്യാപകർ കണ്ടെത്തുകയും ആ കുട്ടിയെ ഏതാണ്ട് 10-15-20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് വരാത്തതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുകയും PTA ഫണ്ടിൽ നിന്ന് രൂപ ആ ഹോസ്റ്റൽ ഫീസിന് അതിന്റെ പഠന അവസാന സമയം വരെ കൊടുക്കുകയും അവർ നല്ല നിലയിൽ ഒരു അധ്യാപികയായി മാറുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, തുടർന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരമാവധി ഒത്താശകൾ ചെയ്യാൻ കഴിയും. അതിന് ഏവരും തയ്യാറാകണം. ഈ സംഘടനയുടെ എല്ലാ മെയ് 2-ാം ശനിയാഴ്ച നടക്കുന്ന സമ്മേളനങ്ങളിലും ഇന്നെ എന്ത് ഞാൻ വന്നത് എന്റെ സഹായത്തിന് എന്റെ സഹധർമ്മിണി കൂടി വന്നതാണ് അമൃതവലി. കാരണം എനിക്ക് എന്റെ ഒറ്റയ്ക്ക് വിടുകയില്ല. അതുകൊണ്ട് എന്തായാലും അവരുടെ സഹായത്തോടു കൂടി മരിക്കുന്നത് വരെ വരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കാൻ അവസരം ലഭിച്ചതിലും അങ്ങേയറ്റം അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. തുടർന്ന് ഈ കോളേജ് ഈ 50 എന്നുള്ളത് തീർച്ചയായും ഒരു അനഭിലേഷണീയമായ സംഖ്യയാണ്. ഞാനൊരു സാംസ്കൃതിക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിയായിരുന്നു. സാംസ്കൃതിക് ഡിപ്പാർട്ട്മെന്റിൽ അന്ന് ആദ്യം തുടങ്ങിയ ബാച്ചിലാണ് 20 വിദ്യാർത്ഥികൾക്കായിരുന്നു അഡ്മിഷൻ. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റും തമിഴിന് മാത്രമായിരുന്നു കുട്ടികളുടെ കുറവ്. അത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക്. പക്ഷേ ഇപ്പോൾ അത് കേവലം 5, 6, 4, 3 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയി ചുരുങ്ങിയതിന്റെ ഏറ്റവും വലിയ ദോഷം ഭാവി തലമുറയ്ക്കും നിങ്ങൾക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കൂട്ടായി പരിശ്രമിച്ചാൽ, ഞങ്ങളുടെ കാലത്തെ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു അനുഭവം കൂടി പറയാം. ഞാനന്ന് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറായിരുന്നു. എല്ലാ B.Ed കോളേജിലെയും യൂണിവേഴ്സിറ്റി കൗൺസിലർമാരെ ഒരുമിച്ച് കൂട്ടി ഒരു കൂട്ടായ്മയുണ്ടാക്കി. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് പോയി. എല്ലായിടത്തു നിന്നും ബസ്സുകളിൽ വന്നു. ഇവിടുത്തെ 200 വിദ്യാർത്ഥികൾ കാൽനടയായി യൂണിവേഴ്സിറ്റിയിലേക്ക്. അതിനു മുമ്പ് നിവേദനം കൊടുത്തിരുന്നു.
ഡോക്ടർ മോളി തോമസ് ആയിരുന്നു. മോളി തോമസ് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. ഈ ടീച്ചർ എഡ്യൂക്കേഷൻ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി അറിയാവുന്നവരായതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഓപ്ഷനിൽ എന്നത് ഒഴിവാക്കേണ്ടതില്ല എന്ന യോഗം തീരുമാനം. അത് തിരുത്തിക്കാനും 2 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത മറ്റൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് കൂടി എഴുതേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് പല വിദ്യാർത്ഥികളും തോക്കുന്ന ഒരു സാഹചര്യം അന്ന് വീണ്ടിട്ടുണ്ടായി. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 14 കേരള യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള 14 ട്രെയിനിങ് കോളേജുകളിൽ നിന്നും ഏതാണ്ട് 70-80 വിദ്യാർത്ഥികൾ വീതവും ഈ കലാലയത്തിലെ 200 വിദ്യാർത്ഥികളും ഒരുമിച്ച് യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ മുന്നിൽ എത്തി സിൻഡിക്കേറ്റ് യോഗം നടന്ന ദിവസം മുദ്രാവാക്യത്തിന്റെ വിളിയുടെ ശബ്ദം കൊണ്ട് മുഖരിതമായപ്പോൾ ആ സിൻഡിക്കേറ്റ് യോഗം ഈ 2 ആവശ്യങ്ങളും അംഗീകരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ 2 വർഷമുണ്ട്, മറ്റേ തുടർച്ചയായിട്ട് 1 വർഷം കൂടി ഇല്ല. നിങ്ങൾ കൂട്ടായി ആലോചിച്ച് ഈ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഈ ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭാവി വാഗ്ദാനങ്ങളാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ B.Ed പാസ്സായി കഴിഞ്ഞവർക്ക് യഥാസമയം ജോലി നൽകുവാൻ, ജോലി ലഭ്യമാക്കുവാൻ, തൊഴിലില്ലാത്ത അവസ്ഥയൊന്നുമില്ല. അധ്യാപകർ ആവശ്യാനുസരണം അധ്യാപകരെ നിയമിക്കാനുള്ള ആവശ്യാനുസരണം ഇഷ്ടംപോലെ വേക്കൻസികൾ കിടക്കും. പക്ഷേ യഥാസമയം മറ്റ് ഈ കാര്യത്തിന് സമ്പത്ത് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന നിലയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ അധ്യാപകരെ വന്ന് ആ പോസ്റ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതിന് 2-നുമെതിരായി ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ശക്തമായ ശബ്ദമുയർത്തലുകൾ കൂട്ടായ്മയോടെ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പഠിച്ചത് എന്തായാലും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടായി എന്ന് തോന്നിച്ചതും ഈ ശൈലികൾ. ഞാൻ തൊണ്ണൂറിലാണ് പഠിച്ചത്, ജോഗ്രഫി ആയിരുന്നു. അന്ന് ജഗ്മൻ സാറിനെ കൂടി ഒരു സഹായക്കാരനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ബെസ്റ്റ് ഇന്റർ കോളേജ് ഡിബേറ്റ് കോമ്പറ്റീഷൻ ബെസ്റ്റ് ഡിബേറ്റ് കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ. അത് കഴിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് നല്ല ടേംസ് ആയതുകൊണ്ട് ഞാൻ BRS എടുത്തു. 4 വർഷം സർവീസ് നഷ്ടമായി. അതിൻ്റെ കഥ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഡിജിറ്റൽ ചാനലുകൾ നടത്തുന്നു. 3-4 ചാനലുകളുണ്ട്. നിങ്ങൾ ദയവായി സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ റിട്ടയർ ആയതുകൊണ്ട് ചാനൽ നിർബന്ധം കാണണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സർവീസ് സ്റ്റോർ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. DA, HR പോലുള്ള കാര്യങ്ങൾ ധാരാളമായി നാട്ടിൽ ചെയ്യുന്നുണ്ട്. സുഭാഷ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മുരളീധരൻ നായർ. ഞാൻ 85-ൽ ഇവിടെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപനം പ്രിൻസിപ്പലും ഒക്കെ ആയി. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ തിരുവനന്തപുരം ആയിട്ടാണ് ഞാൻ റിട്ടയർ ആവുന്നത്. ഞാൻ 2023-25 ബാച്ചിലർ വിദ്യാർത്ഥിയാണ്. MX കൊമേഴ്സ് ആയിരുന്നു സബ്ജക്ട്. ഇപ്പോൾ PTM കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ വർക്ക്. 2014 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ജോഗ്രഫി വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്കൂളിൽ ജോഗ്രഫി ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലി തുളസീധരൻ. ഞാനിവിടെ കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ് പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിരുന്നു. ഭൂമിശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. ജയപതി സാറായിരുന്നു എൻ്റെ ഗുരുനാഥൻ. ഒരുപക്ഷെ അന്നത്തെ അനുഭവം ഈ ഒരു ആംബിയൻസ് ഒക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, നേരത്തെ പല ടീച്ചേഴ്സിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ രത്നമായി ടീച്ചറൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും ബ്ലാക്ക് ബോർഡ് നന്നായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ആ സൂചന തന്നെ പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരും ചിലർക്ക് ജീവിച്ചിട്ടില്ല. എന്നാൽ കൂടെ തന്നെ ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാല ഭൂമിശാസ്ത്ര വകുപ്പ് തലവനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം
പലപ്പോഴും ഒരു കൂട്ടായ്മ വരുമ്പോൾ ഭൂമിശാസ്ത്രജ്ഞരുടെ അതിപ്രസരം ഒരു പരിധിവരെ ആ ഒരു പ്രവർത്തനത്തിന് ദോഷകരമാകുന്നുണ്ടോ എന്നതിന്റെ സംശയമുണ്ട്. എന്നാൽ കൂടെ തന്നെ 90 ബാച്ചിൽ എല്ലാവരെയും നമ്മൾ ഞങ്ങളുടെ രാജ്യനടക്കമുള്ള അംഗങ്ങളെ കൂട്ടിച്ചേർന്ന് ഇപ്പോഴും വളരെ സജീവമായി പോകുന്ന ഒരു ബാച്ചാണ് 90 ബാച്ച്. അതിലുള്ള പല ആൾക്കാരും ഇതിനകത്തുണ്ട്. പല ചില കാരണങ്ങളായിട്ട് അവർ വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇനിയുള്ള അലുമിനി സംഗമങ്ങളിൽ അവരെ പങ്കാളിത്തം ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഇന്ന് രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് തന്നെ സുജിത് സാറും അതുപോലെ തന്നെ ജേകബന്ധ സാറൊക്കെ വളരെ ആത്മാർത്ഥമായി പേഴ്സണലി വിളിച്ച് പറഞ്ഞതിന്റെ പുറത്താണ് ഇത്രയും പങ്കാളിത്തം ഉണ്ടായത്. അത് ഇനി പാടില്ല. ഒരു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാലും നമ്മളൊക്കെ ജീവിച്ചിരുന്നാലും അലുമിനി ശക്തമായി പോകേണ്ടത് കോളേജിന്റെ ഒരു ആവശ്യമാണ്. ഇനി അറിയാലോ, പുതിയ ഇന്റഗ്രേറ്റഡ് ബി എഡ് സിസ്റ്റം വരുമ്പോഴൊക്കെ നമ്മുടെ കോളേജിന്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഓർമ്മയായി മാറാതെ ഇതെന്ന് നിലനിൽക്കത്തക്ക രീതിയിലുള്ള കൂട്ടായ പ്രവർത്തനം ഒരു പക്ഷേ രാഷ്ട്രീയപരമായിരുന്നാലും വ്യക്തിപരമായാലും ഇടപെടാൻ സാധിക്കണം. അത് ഈ കൂട്ടായ്മ ഒരുപക്ഷെ അലുമിനി ഫണ്ട് തന്നെ ഒരു അക്രഡിറ്റേഷനൊക്കെ പോകുമ്പോൾ അലുമിനി എത്രത്തോളം കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അലുമിനി ഫണ്ട് കൂട്ടുക, അലുമിനിയുടെ സുജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള എല്ലാ കോളേജിലെ പ്രവർത്തനങ്ങൾക്കും അലുമിനിയുടെ നല്ല പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള ശ്രമം കോളേജിന്റെ ഭാഗത്ത് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രജിസ്റ്റർ ചെയ്ത ആ രജിസ്റ്ററിൽ നിന്ന് തന്നെ ഓരോ ബാച്ചിലെ അംഗങ്ങളെ കണ്ടെത്തി അവരെ മേൽനോട്ടത്തിൽ ബാക്കി ഉള്ളവരൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാനും ഇനിയുള്ള അടുത്ത അലുമിനി മീറ്റിംഗിൽ ഇതിനെക്കാട്ടി ഒരുപക്ഷെ ഈ ഹാള് തികയാതെ തന്നെ പുറത്ത് ഏതെങ്കിലും വലിയ ഹാളിൽ നടത്തത്തക്ക രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കണമെന്നും ഇന്ന് വന്ന എല്ലാവരെയും ഒരുപക്ഷെ എൻ്റെ ബാച്ചിൽ എല്ലാവരും കണ്ടില്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സിനെ സീനിയേഴ്സിനെ കാണാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ അവസരം തന്ന ഡോക്ടർ സുജിത്തിനോടും ഒപ്പം തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജേകബന്ധ സാർ ഇന്നലെ വിളിച്ച് ദേവാലയം എത്ര പേര് വരും, മറ്റു കാര്യങ്ങളും അതുപോലെ മറ്റെല്ലാ വിഷയങ്ങളും സാറ് സംസാരിക്കണ്ടേ. ഒരു പക്ഷേ ഇതിന്റെ ഒരു പില്ലർ, ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പ്രമുഖരായ അധ്യാപകരിലെ ഇതിന്റെ പില്ലർ ജേകബന്ധത്തിന്റെ സാറിന്റെ പങ്കും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ വന്ന എനിക്ക് പലപ്പോഴും പല ടീച്ചേഴ്സ്, എൻ്റെ കാലത്തുണ്ടായിരുന്ന പല ടീച്ചേഴ്സ് ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നാലും അതിനുശേഷം ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനോടും ഇന്ന് വന്ന ഈ പരിപാടി വിജയിപ്പിക്കാനും നമുക്ക് പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരവസരം വീണ്ടും നമ്മളൊരു സാറിനോട് നന്ദി പറയുകയാണ്. വലിയ പാട്ടുകാരിയൊന്നുമല്ല, എന്നിരുന്നാലും കൂടുതലും പഴയ പാട്ടുകൾ ആസ്വദിക്കുന്ന അധ്യാപകരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പഴയ പാട്ടാണ് തിരഞ്ഞെടുത്തത്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവി
കൂടി ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ കൊതിതീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു വരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. സൂപ്പർ. മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രം വിരിയുന്ന ജീവന്റെ വിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രം വിരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവികൾ തുമ്പുമായി. പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി. വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിരുപുറമായി. മഴ കൊണ്ട് മണ്ണിൻ മനസ്സിൽ സമയ കൈകാലങ്ങൾ പുതറുമി കരയിൽ മണലിന്റെ ആർദ്രമാറിടത്തിൽ. ഒരു മൗന ശില്പം മെനഞ്ഞുതിർത്തെന്തിനോ തിരിയുന്നു സാധ്യവിഷാദമായി. ഒരു സാഗരത്തിൻ മിടിപ്പുമായി. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഇന്നത്തെ നമ്മുടെ അലുമിനി അസോസിയേഷൻ യോഗം വിജയകരമായി നടത്താൻ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ഗൗരവവൽക്കരിച്ച അധ്യക്ഷൻ മുഖ്യാതിഥികൾക്കും അധ്യാപകർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ പ്രചോദനപരമായ വാക്കുകളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും പ്രചോദനവും നൽകി. യോഗത്തിന്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച സുജിത് സാറും ജേക്കബ് പ്രജി സാറിനും അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾക്കും സംഘാടക സമിതി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ പഴയ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ കോളേജിനോടുള്ള സ്നേഹവും ഐക്യവും ഈ സംഗമത്തിലൂടെ കൂടുതൽ ശക്തിപ്പെട്ടതായി ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി
ഈ മനോഹരമായ പരിപാടി വിജയകരമാക്കാൻ നേരിട്ടോ പരോക്ഷമായോ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുകൂടാതെ കഴിഞ്ഞ കൊല്ലം അലുമിനി അംഗങ്ങൾ നമ്മളുടെ പിള്ളേർക്ക് ഒരു കൈത്താങ്ങായി, പല പേരെടുത്ത് പറയുന്നില്ല, പല അംഗങ്ങളും ഒരു കൈത്താങ്ങായി സഹകരിച്ച് അവർക്കും ഈ കലോത്സവത്തിൽ അറിയിച്ചുകൊണ്ട്